വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഹൃദയമിടിപ്പായ വണ്ടൂർ മണ്ഡലത്തിലും ആവേശം അണപൊട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയവും വികസനവും ഒരുപോലെ ചർച്ച ചെയ്ത വണ്ടൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്രാവശ്യം ആർക്കൊപ്പമാണെന്ന് നമുക്ക് വണ്ടൂരിലെ വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, അതാ ഇനി മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. വണ്ടൂരിൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായിട്ട് ഒരേ ഭരണമാണ് നിലനിൽക്കുന്നത്. ഇതിന്നൊരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? തോൽക്കണം, ജയിക്കാൻ പാടില്ല. കോൺഗ്രസിൽ ഒരു വിഭാഗം തന്നെ ഒരു അനിൽകുമാറിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെ എങ്ങനെയാലും അവൻ തോൽക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്, നാട്ടുകാർക്ക്. ഇനി ഓൻ ഇവിടെ വരരുത്. 25 വർഷമായി ഓൻ ഇവിടെ ഭരിക്കുന്നത്. വണ്ടൂരുമായിട്ട് എന്ത് വികസനവും നടത്തിക്കുന്നത് പറയട്ടെ, ജനങ്ങൾ പറയട്ടെ, ഞങ്ങളല്ല പറയാം. വണ്ടൂരിൽ ഒരു മാറ്റം വരണം എന്നാണല്ലേ പറയുന്നത്. ആയിക്കാക്ക് എന്താ പറയുള്ളത്? 30ാമത്തെ കൊല്ലം അവളെ ഭരിക്കണത്, ഇവിടെ MLA നിൽക്കാൻ പറ്റുന്നത്. ഈ 30 കൊല്ലമായിട്ട് ഒന്നും വേണ്ട. വാണിയമ്പലം റെയിൽവേ ഗേറ്റ് എത്ര കാലമായി അങ്ങനെ കടക്കൽ തുടങ്ങിയിട്ട് ഇന്നേവരെ അതിനൊരു ശബ്ദം ഉയർത്താനും കൂടി അവനെ കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ പറയുക, ഓന് കിട്ടുന്ന കാശ് ഓൻ മൂക്കിനാക്കുക എന്നല്ലാതെ ജനങ്ങൾക്കില്ല. അവിടെ ഓൻ തോൽക്കണം. തോറ്റിട്ട് ഇവിടെ ഡോക്ടർ ദാമോദർ ജയിക്കണം. അപ്പോഴേ ഇവിടെ വികസനം വരുള്ളൂ. ജയിക്കട്ടെ, മേൽപ്പാലം ഞങ്ങൾ കാണിച്ചു തരാം അവിടെ കൊണ്ടുവരുന്നത്. ജയിക്കുന്നുള്ള വിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും 100%. ഓൻ 25 കൊല്ലം എന്ത് ചെയ്തു? ഓൻ കുറെ വികസനം 1.25 കോടി റുപ്യന്റെ അവര് മീൻ മാർക്കറ്റ് ഉണ്ടായിക്കണേ. ഓന് കമ്മീഷൻ പറ്റുക, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അനിൽകുമാർ നാണും വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാ. ഒന്നും ചെയ്തിട്ടില്ല. അതാ കാണുന്നത്, വികസനമാണ് കാണുന്നത്. ആ ബിൽഡിംഗ് നോക്കിയാൽ മതി, അതാ വികസനം. ഒന്ന് വാങ്ങുന്ന റെയിൽവേ മേൽപ്പാലം എന്ത് ചെയ്തു? ഇവിടെ ഒന്നും ചെയ്തില്ല. ഓൻ വരിക, ഓന് കുറെ സിമ്പതികളുണ്ട്, ഐഡികൾ, അവർക്ക് വേണ്ടിയിട്ട് മറ്റേ വർത്താനം പറയല്ലാതെ എന്ത് ചെയ്തു? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്രാവശ്യം അനിൽകുമാർ ജയിക്കും തന്നെയാണ് എല്ലാവർക്കും അഭിപ്രായം. പിന്നതാണ് വികസനം കൊണ്ടുവരണം. റോഡ്, പാലം, ഇതൊക്കെ തന്നെ വേണ്ടത്. അതാണ് ആവശ്യം. അപ്പൊ 2.5 പതിറ്റാണ്ടായിട്ട് ഇവിടെ വികസനങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണോ പറയുന്നത്? ഉണ്ട്. ഇപ്പത്തെ വികസനം ഇതാണ്, റെയിൽവേയിലെ ഓവർ ബ്രിഡ്ജ്, അതാണ് മെയിൻ. അത് വന്നാലേ ഇവിടുത്തെ ട്രാഫിക് വന്ന് നിൽക്കുള്ളൂ. പിന്നെ ഇവിടെ വികസനം തന്നെ, റോഡ് പണി ഇതൊക്കെ തന്നെയാണ്. വികസിച്ചാൽ മതി. MLA ആയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അതാ വേണ്ടത്. തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ വരുന്നത്. വണ്ടൂരിന്റെ അവസ്ഥ എന്താണ്? വണ്ടൂരിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? അവസ്ഥ എന്താ പറഞ്ഞാൽ അനിൽകുമാറിന്റെ മണ്ഡലല്ലേ. അങ്ങനെ ഇവിടെ വയ്ക്കാം. ഓന് കാലാകാലം ഇങ്ങനെ നാട്ടുകാർ വോട്ട് എന്നല്ല. എന്താ ഇവിടെ കാര്യം? ഇവിടെ ഇപ്പൊ ഞങ്ങളെ റെയിൽവേന്റെ ഗേറ്റ് മേൽപ്പാലൊക്കെ വരുന്ന ഇടങ്ങാറ് ഞങ്ങൾക്കല്ലേ ഏതാ പറയുള്ളൂ. ഇന്നാളിപ്പോ ഒരാൾ മരിച്ചു അവിടെ ആംബുലൻസിൽ, മറ്റേ അറ്റാക്ക് ആയിങ്ങാണ്ട്. അതുകൊണ്ട് പൂട്ടി കഴിഞ്ഞാൽ അവിടെ പോകാൻ കുറച്ച് മാളിമാരെ വൈത്താലം ഇങ്ങനെ നടക്കാം. ഓന് കുറച്ച് കായും കുട്ടിയൊക്കെ അല്ല. അപ്പൊ നമ്മളതിൽ പറയണ് അയാൾ ഇവിടുന്ന് പോയി കിട്ടിയാൽ ഇവിടെ പാലം വരും, അല്ലാതെ യാതൊരു രക്ഷയില്ല. ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞങ്ങൾ ഈ പാവങ്ങൾ ഓട്ടോക്കാരും വേറെ വണ്ടിക്കാരൊക്കെ കടന്ന് ഇങ്ങനെ കൊടുക്കാന്നല്ല. ഇപ്പൊ അങ്ങേപ്പുറത്ത് ഇങ്ങേപ്പുറത്ത് നിലമ്പൂരൊക്കെ പാലം ശരിയായി, അടിക്കൂടിയാലും വേറെ ഇപ്പൊ പട്ടിക്കാട് ശരിയായി. ഇവിടെ അത് ചോദ്യം ചെയ്യാൻ തന്നെ ഒരാളില്ല. പിന്നെ നമ്മളതിൽ കാട്ടിന് ഒരു നിവൃത്തിയില്ല. ഇല്ല വരുന്ന ഞങ്ങളെ കഷ്ടകാലം, അല്ലാതൊന്നുമല്ല. MLA ഇവിടെ ഒന്നും പോകാതെ യാതൊരു രക്ഷയില്ല. നമുക്ക് പറയാനത്രേ ഉള്ളൂ. LDF വരുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? 99% ആൾക്കാർ പോയതിനോട് ഏറെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓൻ ഈ ബ്ലോക്ക് തീർക്കാൻ ഞങ്ങൾക്ക് എന്ത് പറ്റും? അവിടെ ആ താളിയംകുണ്ട് റോഡ് കണ്ടതുകൊണ്ട് വീതി കൂട്ടിക്കാണ്ട് പണിയെടുക്കാനുള്ളതാണ്. ആ റോഡിന് വീതിയെ കൂട്ടണില്ല. കാരണം ഉള്ള വീതിക്ക് ഇടിപ്പിക്കുകയാണ് ഇപ്പം. അവിടെ കുറച്ച് മാലിമാരെ ബിൽഡിങ് പോകും, അത് പോകും, ഇത് പോകും എന്ന് പറഞ്ഞാൽ നിൽക്കുക. സർക്കാർ ഫണ്ടൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിക്കണ് റോഡ് പണിയെടുക്കാനുള്ളത്. പക്ഷെ ഓലെ ചെയ്യണില്ല. പിന്നെന്താ ചെയ്യാ? നാളെ കഴിഞ്ഞ ഇലക്ഷൻ വരികയാണ്. വണ്ടൂരിൽ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായിട്ട് AP അനിൽകുമാറാണ് MLA ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ വണ്ടൂരിന് ഇപ്രാവശ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഓനൊന്നും ചെയ്യില്ല. ഓന് ചുക്കില്ല. ഇവിടെ പാലം മേൽപ്പാലം വരാറുണ്ട്. ഓനാൾ തിരിഞ്ഞൂടി നോക്കിയില്ല. 2-3 ആൾക്കാർ മരിച്ചു റെയിൽവേ അടിച്ചിട്ട്. 3 ആൾക്കാർ മരിച്ചു ആളെ. പിന്നെ എന്ത് തേങ്ങ കൊണ്ടുവരണേ? നിങ്ങളൊക്കെ മാറ്റം ഞങ്ങളുണ്ടാവേ. നിങ്ങൾ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളാണ്, കാലങ്ങളായിട്ട് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളാണ്. അപ്പൊ വണ്ടൂരിന്റെ ഒരു അവസ്ഥ എന്താന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും അറിയാം. അപ്പൊ എങ്ങനെയാണ് ഇനി ഡോക്ടർ ദാമോദരൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം 100% മാറ്റം ഉണ്ടാവും ഉറപ്പാണ്. അനിൽകുമാർ തന്നെ മുൻകിട്ട് നിൽക്കുന്നത്, മൂപ്പര തന്നെ കൊണ്ടു നടക്കണത്.
അപ്പോൾ എന്തായാലും മൂപ്പർ തന്നെയാണ് ജയിക്കുള്ളൂ. അത് 100% മൂപ്പർ തന്നെയാണ്. 6ാമത്തെ പ്രാവശ്യം അനിൽകുമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടുതലായിട്ട് വികസനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണം എന്നുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആ മൂപ്പർ എന്തായാലും തീർച്ചയായിട്ടും കൊണ്ടുവരും. അതിപ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുൻഗണന ഉണ്ടാവും മൂപ്പര്. എന്താ വെച്ചാലും നമ്മൾ അങ്ങനെയൊന്നുമില്ല, എന്നാലും മൂപ്പര് കൊണ്ടുവരും. ഭരണം മാറ്റമാണെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ വണ്ടൂര് കേരളത്തിൽ ഭരണം മാറണമെന്നുള്ള ആഗ്രഹമല്ല, വണ്ടൂർ കൊണ്ട് മാറണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്താ അങ്ങനെ ഒരു തീരുമാനം? ഇപ്പൊ വികസനം എന്ന് പറഞ്ഞാൽ വണ്ടൂരിന്റെ 25 കൊല്ലമായിട്ട് എന്താണ് ഇവിടെ വികസനം ഇല്ലെന്ന് എല്ലാവർക്കും കണ്ടറിയും. ഞങ്ങളൊക്കെ ചെറുപ്പം പോലെ ഇവിടെ വണ്ടൂർ ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിനൊരു മാറ്റം വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണ് ഇപ്പോ? എന്താണ് ഈ വണ്ടൂരിന് വികസനം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ വണ്ടൂർ ഒരു 4 ബൾബും ഈ റോഡിന് ഒരു നടു മുറിച്ചിട്ട് വേറെ എന്താണ് ഇവിടെ ഉള്ളത്? ബാക്കിയൊക്കെ ഇടതുവശത്തിന്റെ ഇതിലല്ലാതെ ഇപ്പം ഹോസ്പിറ്റൽ പറഞ്ഞാൽ അത് സർക്കാരിന്റെ വകുപ്പാണ്, അത് ക്ലിയർ. എന്നാലും ഒരു പറയണക്ക് എന്താ ഒന്നുമില്ല, ഹോസ്പിറ്റൽ ഒന്നുമില്ല എന്ന് പറയണം. അപ്പൊ അതുകൊണ്ടൊരു മാറ്റം വരുന്നൊരു ആഗ്രഹമുണ്ട്, ജയിച്ചിട്ടുണ്ടെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇവിടെ നടക്കൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലീഗിന്റെ ഒരു കുത്തക മണ്ഡലമാണ്. അവർക്കിപ്പോ ഭരണം ആള് മാറാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. ഭരണം എന്തായാലും മാറൂല. കേരളത്തിലെ ഭരണം LDF തന്നെ ഭരിക്കുള്ളൂ, പിണറായിനെ ഭരിക്കുള്ളൂ. അതിൻ്റെ എൻ്റെ ഇടയിലെ മൂപ്പരാണ്. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ, എന്താണ് വണ്ടൂരിന്റെ ഒരു അവസ്ഥ? എന്താണ് വണ്ടൂർ മാറേണ്ടതുണ്ട്, തീർച്ചയായിട്ടും മാറണം. ഒരു വണ്ടൂർ കുറേ കാലം ഒരു 15 വർഷമായിട്ട് അനിൽകുമാർ ആണല്ലോ. അപ്പോൾ ചെറിയത് മാറ്റം വരേണ്ട ആവശ്യം. അനിൽകുമാർ വികസനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ? കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളൊരു ആക്ഷേപം. അടിയന്തരമായിട്ട് ഇവിടെ വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? വാണിയമ്പലത്തെ ആ പിന്നെ റെയിലിൻ്റെ ആ പ്രത്യേക അത് ശരിയാണ്. ഇപ്രാവശ്യം ദാമോദരേട്ടൻ ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അയാൾ ജയിക്കേണ്ടതുണ്ട്, ജയിക്കണം. ജയിച്ചു വരും, വണ്ടൂരിൽ നിന്ന് ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കേണ്ടതുണ്ട്, ജയിക്കണം, ജയിക്കട്ടെ. എന്താണ് വണ്ടൂരിന്റെ ഒരു അവസ്ഥ? എന്താണ് വണ്ടൂരിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഇവിടെ വികസനം പോരായ്മ തന്നെയാണ്. ഒന്നാമത് എനിക്കുള്ള വാണിമ്പലത്തുള്ള തിരക്ക്, റെയിൽവേന്റെ മുകളിൽ കൂടെ നിലമ്പൂരൊക്കെ ഇപ്പോൾ അതേമാതിരിക്ക് ഉണ്ടാക്കി, പിന്നെ ബ്ലോക്ക് തീർത്തു. അതേമാതിരിക്ക് പട്ടിക്കാട്, പിന്നെ പെരിന്തൽമണ്ണൊക്കെ, അതൊക്കെ വിവിധ പാർട്ടികൾ ഭരിക്കുന്ന മണ്ഡലങ്ങളാണല്ലോ. ഇവിടെയും ആ പാർട്ടീൻ്റെ ആൾക്കാർ തന്നെയാണ്, പക്ഷെ ഇവിടെ മാത്രമേ ഉണ്ടാവില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ദാമോദരേട്ടൻ വരണം എന്നാണോ ആഗ്രഹിക്കുന്നത്? അതാണ്, ദാമോദരേട്ടൻ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. വരുന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ അങ്ങനെ ജനങ്ങളുടെ ഇടയിലൊക്കെ കിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഒന്നുമില്ല, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന അറിവുകളുള്ളൂ, പിന്നെ പത്രം വായിക്കുന്ന അറിവുകളും ഒക്കെ ഉള്ളൂ. മാറണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തി നിൽക്കുമ്പോൾ വണ്ടൂരിന്റെ വികസന ചർച്ചയാണ് വണ്ടൂരിലെ വോട്ടർമാർ നമ്മളോട് പങ്കുവച്ചത്. മെയ് 4-ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കണ്ടറിയാം വണ്ടൂരിലെ വോട്ടർമാർ എന്താണ് വിധി എഴുതിയിട്ടുള്ളതെന്ന്. വീഡിയോ ജേർണലിസ്റ്റ് സിജിലിനൊപ്പം തെസ്ല ജമാൽ, ഈസ്റ്റ് ലൈവ്. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,